റോസേഴ്സ്, വെൽക്കം ബാക്ക് ടു റോസ് മലയാളം. അപ്പോൾ ഞാനിന്ന് ചെയ്യുന്നത് ഒരു ഡ്രാമാറ്റിക് ഐ മേക്കപ്പ് ലുക്കാണ്. ഡബിൾ കട്ട് ക്രീസ് ഉള്ളത് ആണ്, ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എൻവൈബിയുടെ കൺസീലർ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. അതിനടുത്തത് മബിലിൻ ഫിറ്റ്മിയുടെ പൗഡർ ഫൗണ്ടേഷനാണ്, എൻ്റെ ഷെയ്ഡ് 128. അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഐഷാഡോ ക്രീസ് ആയി പോകും. സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഐഷാഡോ പാലറ്റിൽ നിന്ന് നമുക്ക് ഒരു ലൈറ്റ് റെഡ് ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ആദ്യം വേണ്ട ക്രീസ് വരച്ചു കൊടുക്കുകയാണ്, ഒരു ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനത് ഷാർപ്പായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്, നല്ല ക്ലിയർ കട്ടായിട്ട് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ബ്രഷ് ചേഞ്ച് ചെയ്തിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനൊരു പീച്ച് ഷെയ്ഡ് എടുത്തിട്ട് ഔട്ടർ എഡ്ജസ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷാർപ്പ് ലൈൻസ് അവിടെ ഉണ്ടായിരിക്കത്തില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ റെഡ് ഷെയ്ഡ് എടുത്തിട്ട്, റെഡല്ല ഒരു ബ്രൗണിഷ് റെഡാണ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കുറച്ചുകൂടി ഡീപ്പൻ ചെയ്തിട്ട് നെക്സ്റ്റ് ഉള്ള ക്രീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഞാൻ കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്, സെയിം കൺസീലർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ താഴേക്കും കൂടെ ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ക്രീസ് കട്ട് ചെയ്തെടുത്തിട്ട്. ഇനി ഞാൻ ലാക്മേയുടെ ഇൻസ്റ്റാ ഹൈലൈറ്റർ വെച്ചിട്ട് നെക്സ്റ്റ് ക്രീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഈ ഗ്രീൻ ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നല്ല പിഗ്മെൻറ്റേഷൻ ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ബ്ലാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഈ ബ്ലാക്കിനും റെഡിനും ഇടയ്ക്കുള്ള ഭാഗം ഞാൻ ക്യൂട്ടിപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് 24K ന്യൂഡ്സ് പാലറ്റിൽ, മെബിലിൻ്റെ ആ പാലറ്റിൽ ബ്ലാക്ക് ഷെയ്ഡ് നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ആ ഷെയ്ഡ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഐലിഡ് ഫുൾ കംപ്ലീറ്റ് ചെയ്തോണം ഈ കട്ട് ക്രീസിൻ്റെ താഴ്ഭാഗത്ത്. കാരണം ഇത് നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്, പക്ഷേ ഇതിന് കുറച്ച് ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഐ മേക്കപ്പ് ചെയ്യുന്നത്. ഇനി ഞാൻ നമ്മുടെ ഈ ഐഷാഡോ പാലറ്റിൽ ഡാർക്ക് ഗ്രീൻ ആയിട്ട് ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഇച്ചിരി കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും, ഇതിലൊന്ന് ഷിമ്മറി അല്ല കേട്ടോ, ബാക്കി 2 ഷിമ്മറി ഷെയ്ഡ്സാണ്. അതിൻ്റെ പുറത്തേക്ക് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ദെൻ മെബിലിൻ 24K ന്യൂഡ്സ് പാലറ്റിൽ ബ്ലാക്ക് ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് ഔട്ടർ കോർണേഴ്സും ഇന്നർ കോർണേഴ്സും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ, ഗ്രീനുമായിട്ട്. ഇനി ഞാൻ നമ്മുടെ ബെല്ല വോസ്റ്റയുടെ സിൽവർ ഐലൈനർ വെച്ചിട്ട് 2 ക്രീസിന് ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ക്രിസ്മസ് മേക്കപ്പ് ആണല്ലോ, അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ സിൽവർ റെഡ് ആ ഒരു കോമ്പിനേഷനിൽ പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. വൈറ്റ് ഐലൈനർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വൈറ്റ് ഐലൈനർ എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമുക്കിനി ബേസ് മേക്കപ്പിലേക്ക് പോകാം. റെവല്യൂഷൻ പ്രോയുടെ പീച്ച് കറക്റ്റർ പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചെറിയ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളതുകൊണ്ട് അത് ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിഗ്മെൻറ്റേഷൻ മറയ്ക്കാനും സഹായിക്കും, അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആക്കാനും സഹായിക്കും. ഫൗണ്ടേഷനായിട്ട് എടുത്തിരിക്കുന്നത് മെബിലിൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ്, എൻ്റെ ഷെയ്ഡ് 228. എനിക്ക് ലിറ്റിൽ ബിറ്റ് ഡാർക്കാണ്. ഓൾസോ ഇട്ട് കഴിഞ്ഞിട്ട് നോക്കണം, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓക്സിഡൈസ് ആയിട്ട് ഒരു 2 ഷെയ്ഡ് വരെ ഡാർക്കായിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് ഞാൻ ഇതിനാണ് അപ്ലൈ ചെയ്യുന്നത്, എനിക്ക് ലൈറ്റിംഗ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ ഫേസും കൂടെ നന്നായിട്ട് ഡോട്ട് ഇട്ടിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താൽ നമുക്കത് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്ത് നല്ലൊരു ഫിനിഷിൽ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്നത് 25 എന്ന ഷെയ്ഡിലുള്ള മെബിലിൻ ഫിറ്റ്മിയുടെ കൺസീലറാണ്. അത് വെച്ചിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഐലൈനറിൻ്റെ വിങ്സൊക്കെ ഇല്ല, അത് നന്നായിട്ട് ഷാർപ്പൻ ചെയ്ത് എടുക്കുന്നുണ്ട്, അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അപ്പോൾ നമ്മുടെ സെൻറ്റേഴ്സ് ഓഫ് ദി ഫേസ് ഹൈലൈറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വിങ്സിലെ ഐലൈനർ വരച്ചതിൻ്റെയൊക്കെ അതൊക്കെ നന്നായിട്ട് ഷാർപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. കണ്ടോ, ഇപ്പോൾ നോക്കി അറിയാൻ പറ്റും ഓക്സിഡൈസ് ആയിട്ട് ഫൗണ്ടേഷൻ ഒത്തിരി ഡാർക്കായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ സെറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് മെബിലിൻ ഫിറ്റ്മിയുടെ ലൂസ് സെറ്റിംഗ് പൗഡറാണ്, എൻ്റെ ഷെയ്ഡ് 15. അത് വെച്ചിട്ട് ഞാൻ ഫേസ് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ക്രീം പ്രോഡക്റ്റൊക്കെ നന്നായിട്ട് ഫിക്സ് ചെയ്ത് കിട്ടുന്നതായിരിക്കും, സെറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ഇനി അപ്ലൈ ചെയ്യുന്നത് സിവാന കളേഴ്സിൻ്റെ ഐബ്രോ കിറ്റ് വെച്ചിട്ട് ഐബ്രോ ഫില്ല് ചെയ്യണം. ഐ മേക്കപ്പ് നല്ല ബ്രൈറ്റ് ആയതുകൊണ്ട് ഐബ്രോ നന്നായിട്ട് തിക്കായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി സിവാന കളേഴ്സിൻ്റെ അൾട്രാ ബ്ലഷ് പാലറ്റ് വെച്ചിട്ട് ബ്രോൺസറും ബ്ലഷും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രോൺസ് ചെയ്യുന്നത് നമ്മുടെ ജോ ലൈൻസ്, അതുപോലെ തന്നെ നമ്മുടെ ചീക്ക് ബോൺസ്, ഫോർഹെഡ്, നോസിൻ്റെ അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് ബ്രോൺസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫേസിലെ ഫീച്ചേഴ്സ് ഒന്ന് ഷാർപ്പായിട്ട് കാണിക്കാൻ പറ്റും. ഇനി ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു പീച്ച് ബ്ലഷാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഇനി മെബിലിൻ്റെ മാസ്റ്റർ ക്രോം ബ്ലഷല്ല ഹൈലൈറ്റർ മോൾട്ടൺ റോസ് ഗോൾഡ് ആ ഷെയ്ഡ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫുള്ളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ മേക്കപ്പ് സ്പഞ്ച് വെച്ചിട്ട്. ദെൻ ഞാൻ നമ്മുടെ നേരത്തെ എടുത്ത ഐലൈനറില്ലേ, ബ്ലാക്ക് ഐലൈനർ വെച്ചിട്ട് ഒരു വിങ് ലൈനറും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ മുകളിൽ അപ്ലൈ ചെയ്ത റെഡ് ഷെയ്ഡ് വെച്ചിട്ട് താഴെ ലോവർ ലാഷ് ലൈനർ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ മസ്കാരയ്ക്ക് എടുത്തിരിക്കുന്നത് മെബിലിൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ്. ലിപ്സ്റ്റിക്ക് എൻവൈബിയുടെ റെഡ് ലിപ്സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനൊരു മണ്ടത്തരം കാണിച്ചു. ആ റെഡ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഞാൻ നമ്മുടെ ഐ മേക്കപ്പ് ഒന്ന്
നല്ല ഷാർപ്പാക്കാൻ നോക്കി, പക്ഷേ അത് ഭയങ്കരമായിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഷാർപ്പായി കിടക്കുന്നുണ്ട്, അത് ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഫേക്ക് ലാഷസും കൂടെ വെച്ച് കൊടുത്തു കേട്ടോ. We wish you